ഹായ് ഓൾ, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കുറച്ച് മെഡിക്കലി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വേർഡിങ്സ് ഒക്കെ എഴുതിയിട്ടൊരു വാൾ ഹാങ്ങിങ് ആണ് ഉണ്ടാക്കാമെന്ന് ഓർക്കുന്നത്. അപ്പോൾ അതിന് ആദ്യമേ തന്നെ നമ്മൾ ആസ് യൂഷ്വൽ ഒരു കാർഡ്ബോർഡ് യൂസ് ചെയ്യുന്നു. എന്നിട്ട് അതിൽ ജൂട്ട് റഗ് പോലത്തെ ഒരു ജൂട്ടിൻ്റെ തുണി നമ്മൾ ആമസോണിൽ മേടിച്ചതാണ്. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അപ്പോൾ അത് കാർഡ്ബോർഡിനെ ഫുള്ള് കവർ ചെയ്ത് ഇങ്ങനെ ഗ്ലൂ വെച്ച് പേസ്റ്റ് ചെയ്ത് ചുറ്റും വയ്ക്കുകയാണ് ചെയ്യണത്. നമ്മൾ എല്ലാ സൈഡിലും ഗ്ലൂ വെച്ച് അറ്റാച്ച് ചെയ്ത് നല്ല വൃത്തിയായിട്ട് കവർ ചെയ്ത് വയ്ക്കുന്നു. ഈ എഡ്ജസ് ചിലപ്പം പുറത്തേക്ക് ഇങ്ങനെ തള്ളി നിൽക്കുന്ന പോലെ തോന്നും. അപ്പം നമ്മൾ അകത്തേക്ക് ഇങ്ങനെ മടക്കിയിട്ട് വെക്കുന്നതായിരിക്കും നല്ലത്. വേണമെങ്കിൽ എല്ലാ സൈഡും ഫുൾ കവർ ചെയ്തതുപോലെ കാർഡ്ബോർഡ് കാണാതെ അതൊക്കെ നമുക്ക് ഇഷ്ടം പോലെ ചെയ്യാവുന്നതാണ്. അപ്പം ഞാൻ ബാക്ക് സൈഡ് കവർ ചെയ്യുന്നില്ല, നമുക്കപ്പോൾ അത്രയും ജൂട്ട് സേവ് ചെയ്യാമല്ലോ. ഇനി നമ്മൾ ഈ റെഡ് ഏത് കളർ വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മളിതിൽ കുറച്ച് മെഡിക്കലി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ പേസ്റ്റ് ചെയ്ത് ഉണ്ടാക്കി ജൂട്ട് കൊണ്ട് തന്നെ ഉണ്ടാക്കി പേസ്റ്റ് ചെയ്താണെന്നാണ് ഓർക്കുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ ഒരു ക്യാപ്പ് പോലത്തെ ഒരു സാധനം, അപ്പോൾ ഞാനത് ഒരു പിക്ചർ എടുത്ത് വരയ്ക്കുവാണ് ചെയ്തത്. അപ്പോൾ എന്നിട്ട് അത്തയിലേക്ക് ഗ്ലൂ അതനുസരിച്ച് കട്ട് ചെയ്തു. എന്നിട്ട് അതിൽ നമ്മുടെ ജൂട്ട് ഇങ്ങനെ ഫിക്സ് ചെയ്ത് വയ്ക്കുന്നു. അപ്പോൾ ഓരോന്നായിട്ട് ആ ഗ്ലൂവിൽ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് വയ്ക്കുവാണ് ചെയ്തേക്കണത്. ഞാൻ ആദ്യം ഓർത്തു ക്രോസ് നമുക്ക് അതിൻ്റെ ഇടയ്ക്കൂടെ മിഡിലായിട്ട് വയ്ക്കാമെന്ന്. പിന്നെ എനിക്ക് തോന്നിയത് ഫുൾ ഈ നൂല് ഇങ്ങനെ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ക്രോസ് വെക്കുന്നതായിരിക്കും നല്ലത് എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഓക്കെ, ഫുള്ള് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ക്രോസ് വെച്ചത് ഞാൻ ആ വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല. എന്നിട്ട് നമുക്ക് അത് ഏത് എഡ്ജിൽ വേണമെങ്കിലും അവനവൻ്റെ ഇഷ്ടം പോലെ ഏത് എഡ്ജിൽ വേണമെങ്കിലും ജസ്റ്റ് ഗ്ലൂ ചെയ്യാവുന്നതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്തത് സ്റ്റെത്തോസ്കോപ്പാണ്. അപ്പം അത് ആസ് യൂഷ്വൽ നമ്മൾ ഏതെങ്കിലും ഒരു ജൂട്ട് നൂലെടുത്തിട്ട് ജസ്റ്റ് നമ്മൾ മുടി പിന്നുന്ന പോലെ ബ്രെയ്ഡ് ചെയ്താൽ മതി. എന്നിട്ട് അതിൻ്റെ ഒരു ഷേപ്പിൽ ഇത് വയ്ക്കുക. എനിക്കിതൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. ജസ്റ്റ് ഇത് ആസ് യൂഷ്വൽ നമ്മൾ ചെയ്യണ പോലെ തന്നെ മുടി പിന്നുന്ന പോലെയാണ് നമ്മളത് പിന്നിയേക്കുന്നത്. പിന്നെ സ്റ്റെത്തോസ്കോപ്പിൻ്റെ അറ്റം പോലെ റൗണ്ട് ഒരു ജൂട്ടിൻ്റെ സാധനം വെച്ച് വട്ടത്തിലുണ്ടാക്കിയിട്ടുണ്ട്. അതും കൂടെ അതിൻ്റെ അറ്റത്ത് വയ്ക്കുവാണെങ്കിൽ ഒരു സ്റ്റെത്തോസ്കോപ്പ് പോലെ തന്നെ നമുക്ക് തോന്നും. ഇനി അടുത്തത് നമ്മളൊരു സിറിഞ്ചാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് ഞാനൊരു കാർഡ്ബോർഡ് എടുത്തിട്ട് ഒരു ചുരുട്ടി വെച്ചിട്ട് അതിൻ്റെ ചുറ്റും ജൂട്ട് ഇങ്ങനെ കെട്ടി വെക്കാമെന്നാണ് ഓർത്തത്. അപ്പം അത് സിറിഞ്ചിൻ്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് തോന്നും. എന്നിട്ട് അത് ജസ്റ്റ് സിറിഞ്ചിൻ്റെ ഷേപ്പിൽ ആണ് നമ്മൾ ചുറ്റി വയ്ക്കുന്നത്.
അപ്പം ആ എൻഡിൽ ഇച്ചിരി ബൾജ് ചെയ്ത് കൊടുക്കണ പോലെ തോന്നിക്കഴിയുമ്പോൾ നമുക്ക് സിറിഞ്ചിൻ്റെ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ലൈക്ക് ഒരു സെയിം പൊസിഷനിൽ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ അത് ടൈ ചെയ്യുന്നത്. അപ്പോൾ ആ സിറിഞ്ചിൻ്റെ ഒരു എഡ്ജ് നമുക്ക് പോലെ കാണാൻ പറ്റും. അതാണ് അതിന് അതൊരു ലുക്ക് കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തേക്കുന്നത്. അത് കഴിഞ്ഞ് മിച്ചമുള്ളടുത്ത് നമ്മൾ ബാക്കി നൂലും കൂടെ കെട്ടുക, ഫുൾ കവർ ചെയ്ത് വെക്കുക. പിന്നെ ആസ് യൂഷ്വൽ ഞാൻ പറഞ്ഞില്ല, ഇടയ്ക്ക് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റണില്ല, അതുകൊണ്ട് നമ്മൾ കുറച്ച് പെൻ കൊണ്ട് മാർക്ക് ചെയ്യുക. പിന്നെ അറ്റത്ത് ഒരു ജസ്റ്റ് ഒന്ന് എഡ്ജ് ഷേപ്പ് ചെയ്ത് വയ്ക്കുക. അപ്പം ഒരു സിറിഞ്ചിൻ്റെതായ ലുക്ക് ഉണ്ടാകാൻ പറ്റും.